Hey Siri, everything you want to know about Apple. Hi everyone, this is Abinsi from Evika. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു അടിപൊളി മെറി ക്രിസ്മസ് ഞാൻ ആശംസിക്കുകയാണ്. ഞാനും എൻ്റെ എവിക്ക ടീമും ആശംസിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ എൻജോയ്മെൻ്റ് ഇടയിലും നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഇപ്പോഴും കോവിഡ് പോയിട്ടില്ല. കോവിഡിൻ്റെ കുറച്ചധികം വ്യത്യാസമുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ പറയുന്നുണ്ട് മാസ്ക് ഇട്ട് പുറത്തേക്ക് പോകാൻ. മാക്സിമം മാസ്ക് ഇട്ട് പുറത്തേക്ക് പോവുക, കെയർഫുൾ ആയിട്ടിരിക്കുക. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് വിത്ത് എബിനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ വന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും കുറച്ചധികം ന്യൂസുകളും പറ്റിയാണ്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ് നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് എല്ലാവരും സ്കാൻ ചെയ്യുക. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iPhone X റിലീസ് ചെയ്യപ്പോൾ അല്ലെങ്കിൽ iPhone X റിലീസ് ചെയ്യപ്പോൾ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ച ഒരു പ്രൊഡക്റ്റാണ് ആപ്പിളിൻ്റെ എയർ പവർ എന്ന് പറയുന്ന ഒരു വയർലെസ് ചാർജിങ് മാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരുവിധമായിട്ടുള്ള ഒരു അപ്ഡേഷനോ ന്യൂസോ അതിനെ ബേസ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ സ്വന്തം മസ്ക് അണ്ണൻ ഇപ്പോൾ ടെസ്ലയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഒരു വയർലെസ് ചാർജിങ് മാറ്റ് അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് സ്റ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം $300 ഈ പറഞ്ഞ വയർലെസ് ചാർജിങ് സ്റ്റേഷന് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ വയർലെസ് സപ്പോർട്ടിംഗ് ഡിവൈസും ആ ഒരു മാറ്റിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് iPhone SE നമ്മുടെ ഈ പറയുന്ന iPhone XRൻ്റെ മോഡലിലായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. ഫേസ് ID ഉണ്ടാവുന്നൊക്കെ ഞാൻ നമ്മുടെ കഴിഞ്ഞ റിലീസ് വീഡിയോയിൽ അല്ലെങ്കിൽ ലീക്സ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പക്ഷേ ഇനി അതുണ്ടാവില്ല. കാരണം ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് iPhone SEക്ക് അത്രയും വലിയ ഡിമാൻഡോ സെയിൽസോ ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ചുമ്മാ ഓവർ പ്രൊഡക്ഷൻ ചെയ്ത് ആ ഒരു ഡിവൈസ് വെറുതെ വേസ്റ്റേജ് ആക്കാനേക്കാട്ടും നല്ലത് ഒന്നെങ്കിൽ അത് പോസ്റ്റ്പോൺ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ആപ്പിൾ ക്യാൻസൽ ചെയ്യും ഫോർ എ പെർട്ടിക്കുലർ ടൈം ഓഫ് പീരീഡ്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഡിമാൻഡ് കൂടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആപ്പിൾ ചിലപ്പോൾ ആ ഒരു SE എന്ന മോഡൽ റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് M2 MacBook Air റിലീസ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ആ ഒരു കളർ വേരിയൻറ്റിൽ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ എല്ലാ യൂസേഴ്സും ഇപ്പോൾ ആ ഒരു കാര്യം പുറത്ത് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന എല്ലാ പോർട്ടുകളുടെയും സൈഡിലെ പെയിൻറ്റ് പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോവുകയോ ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ബൈ ഇവൻച്വലി നമ്മുടെ ഈ പറഞ്ഞ പോർട്ടുകളുടെ സൈഡിലെ എല്ലാ പെയിൻറ്റും പോകും. കാരണം നമ്മൾ ഒരു പെൻ ഡ്രൈവോ ഫ്ലാഷ് ഡ്രൈവോ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്ത് ഇജക്റ്റ് ചെയ്ത് അത് ഇവൻച്വലി അത് പോകെ അവിടുത്തെ കളേഴ്സ് ഫുള്ള് പോവും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് M2 MacBook Airൻ്റെ മിഡ് നൈറ്റ് ബ്ലാക്കിൻ്റെ കളർ പോയിട്ടുള്ള ആ ഒരു പ്രശ്നമാണ്. നമ്മുടെ നാലാമത്തെ ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ iPhone ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ iOS ഹിസ്റ്ററിയിൽ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു OS ഏതാ? ഞാൻ തുറന്നു പറയും iOS 16 എന്ന്. എത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ടു, എത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടപ്പെടാത്തവർ എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു OSൻ്റെ ഇൻസ്റ്റലേഷനാണ് ഈ പറഞ്ഞ iOS 16 എന്ന് പറയുന്നത്. iOS 16ൽ എല്ലാവർക്കും നല്ല രീതിക്കുള്ള ബഗ്ഗുകൾ വരുന്നുണ്ട്. എസ്പെഷ്യലി പ്രോ സീരീസുള്ള ഡിവൈസുകൾക്ക് ഡിസ്പ്ലേ ബ്ലാക്ക് ആയി പോവുക, ഡിസ്പ്ലേ വൈറ്റ് ആയി പോവുക, ഒന്ന് റീബൂട്ടോ റീസ്റ്റാർട്ടോ ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ ഹൊറിസോണലോ വേർട്ടിക്കലായിട്ടുള്ള ലൈൻസുകൾ വരിക. നമ്മൾ iOS എന്ന് പറയുമ്പോൾ ഒരു ക്ലീൻ ആൻഡ് ഒപ്റ്റിമൈസ്ഡ് OS എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ പോകെ അല്ലെങ്കിൽ വന്ന് iOS എന്ന് പറയുന്നത് എ ബഞ്ച് ഓഫ് ബഗ്സ് മാത്രമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം ബഗ് ഫിക്സ് വരുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് ആപ്പിൾ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വേറെ ഭാഗം കൂടെ പറയുന്നത്. ആപ്പിളിൻ്റെ ഈ iOS 16 എന്ന് പറയുന്നത് വൺ ഓഫ് ദ വേഴ്സ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഡിസാസ്ട്രസ് iOS ഇൻസ്റ്റോളാണ്. അഞ്ചാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് എത്ര പേര് ഡാവിഞ്ചി റിസോൾവ് എന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് FCP അല്ലെങ്കിൽ പ്രീമിയർ പ്രോയാണ്. ഡാവിഞ്ചി റിസോൾവ് ഏറ്റവും അടിപൊളിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് കളർ കറക്ഷൻ എന്ന ഓപ്ഷൻ ഈ ഒരു ഡാവിഞ്ചി റിസോൾവ് ഉണ്ട്. ഈ ഒരു കളർ കറക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രീമിയർ പ്രോയിലും FCPയിലും അതായത് ഫൈനൽ കട്ട് പ്രോയിലും നമുക്ക് കിട്ടാത്ത അടിപൊളി റിസൾട്ട് നമ്മുടെ ഈ ഡാവിഞ്ചി റിസോൾവിൽ നമുക്ക് ലഭിക്കുന്നതാണ്.
ഈ ഒരു ഡാവിഞ്ചി റിസോൾവ് നമുക്ക് വിൻഡോസിലും മാക്ബുക്കിലും ലിനക്സിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ വന്നപ്പോൾ നമ്മുടെ ഈ പറയുന്ന M1ഉം M2ഉം സപ്പോർട്ട് ചെയ്യുന്ന ഐപാഡിലും ഒഫീഷ്യലായിട്ട് ഡാവിഞ്ചി റിസോൾവ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലീസ് വന്നിരിക്കുന്നത് M1 M2ലാണ്. ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാനുള്ള കാരണം ബാക്കിയുള്ള ഒരു ഐപാഡിലും നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ റൺ ചെയ്യില്ല. ചിലപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു റാം ഈറ്റിംഗ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ പറഞ്ഞ M1ലും M2ലും മാത്രം ഡാവിഞ്ചി റിസോൾവ് വർക്കാവുന്നത്. നമുക്ക് വൺ ടൈം പർച്ചേസ് ഉണ്ട്, ഏകദേശം $95 ആണെന്ന് തോന്നുന്നു നമ്മുടെ ഈ പറഞ്ഞ ഡാവിഞ്ചി റിസോൾവിന് വരുന്നത്. ഐപാഡ് യൂസ് ചെയ്യുന്നവർക്ക് ആ ഡാവിഞ്ചി റിസോൾവ് അല്ലെങ്കിൽ വീഡിയോ കോണ്ടൻറ്റ് മേക്കേഴ്സിന് ഡാവിഞ്ചി റിസോൾവ് യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ചെറിയ പ്രൈസിന് ഐപാഡിൽ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് കിട്ടുന്നതാണ്. നമ്മുടെ EU ഇല്ല, അതായത് യൂറോപ്യൻ യൂണിയൻ വന്ന് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ മുട്ടൻ തലവേനയാണ് ആപ്പിൾ കമ്പനികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആപ്പിൾ കമ്പനി എന്ന് പറയുമ്പോൾ ഐഫോണും ഐപാഡും മാക്ബുക്കും എല്ലാത്തിനും പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം EU പറഞ്ഞ 2 പുതിയ റൂൾസ് വന്നു. ഒന്ന് സി ടൈപ്പ് ആക്കണം. സത്യത്തിൽ ഞാനല്ല ഭയങ്കര രീതിക്കുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം മാക്ബുക്ക് ആണെങ്കിലും ഐപാഡ് ആണെങ്കിലും നമുക്ക് USB-C അല്ലെങ്കിൽ തണ്ടർ ബോൾട്ട് ഉള്ളതുകൊണ്ട് ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ നമുക്ക് പുതിയ ആപ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ മൊത്തമായിട്ട് യോജിക്കുന്നില്ല. കാരണം നമ്മുടെ ഈ പറഞ്ഞ ഐഫോണിൽ കുറച്ചധികം പ്രൈവസി ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ ഈ പറഞ്ഞ EU കൊണ്ടുവരുന്ന പുതിയ നയമാണ് റിമൂവൽ ബാറ്ററി കൊണ്ടുവരുന്നത്. റിമൂവൽ ബാറ്ററി എന്ന് പറയുന്നത് ലീഥിയം പോളിമറാണ്. ഇപ്പോൾ നമ്മുടെ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ലീഥിയം അയൺ ആണ്. ലീഥിയം അയൺ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടാനുള്ള ടെക്നോളജിയാണ് ലീഥിയം അയൺ എന്ന് പറയുന്നത്. ഈ ലീഥിയം അയൺ ടെക്നോളജി തന്നെ ഈ റിമൂവൽ ബാറ്ററിയിലേക്ക് കൊണ്ടുവന്നാൽ ഓക്കെ. പക്ഷേ ഈ ലീഥിയം പോളിമർ തിരിച്ചു വരികയാണെങ്കിൽ അത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. കാരണം ആസ് യൂഷ്വൽ നമ്മൾ കാണുന്നില്ല പെട്ടെന്ന് ബൾജ് ചെയ്യാനുള്ള കാരണമാണ് ഈ ലീഥിയം പോളിമറിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആസ് എ യൂസർ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് തുറന്നിട്ട് നമുക്ക് റിമൂവൽ ബാറ്ററി ആണെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ തന്നെ ഫോൺ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഐഫോൺ യൂസർ എക്സ്പീരിയൻസിൽ ഐഫോൺ 5 മുതലുള്ള യൂസർ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഐഫോണിൽ ഒരു മോഡലിലും എൻ്റെ അറിവിൽ ഒരു റിമൂവൽ ബാറ്ററിയുടെ ഓപ്ഷൻ വന്നിട്ടില്ല. നമുക്കൊരു കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കണ്ടെയ്ൻഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു മോഡലാണ് ഐഫോൺ വരുന്നത്. നമുക്ക് സ്ക്രൂ ഒക്കെ അൺലോക്ക് ചെയ്താലാണ്, സ്ക്രൂ ഒക്കെ ഊരിയാലാണ് നമുക്ക് ബാറ്ററി മാറ്റാൻ പറ്റുള്ളൂ. സാംസങ്ങിലൊക്കെ മാറുന്ന പോലെ ആ ഒരു ബാക്ക് സൈഡ് നമുക്ക് തുറന്നിട്ട് അപ്പം തന്നെ ഒരു ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി ഇടാൻ നമ്മുടെ ഐഫോണിലെ ഓപ്ഷൻ ഇന്നേ വരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇനി വരുന്ന ഡിവൈസിൽ ആ റിമൂവൽ ബാറ്ററി കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. നല്ലതാവാം, നല്ലതാവാതിരിക്കാം. പക്ഷേ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് ബാറ്ററി മാറുമ്പോൾ അല്ലെങ്കിൽ ബാറ്ററി ബൾജാകുമ്പോൾ നമുക്ക് ഒരാളുടെ ഹെൽപ്പില്ലാതെ മാറ്റാം. പക്ഷേ കുറച്ചധികം പ്രശ്നങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അടുത്തതും അവസാനത്തമായ ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഐഫോണിൽ iPhone 14 Pro Max വരെ നമുക്ക് റിലീസ് ചെയ്യാനുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഒരു കളറുണ്ട്. അത് ഏത് കളറാണെന്ന് അറിയാമോ? ആ ഒരു കളർ പറയുന്നതാണ് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന നമ്മുടെ iPhone 7ലും 7 Plusലും വരുന്ന ആ ഒരു കളർ. ഈ കളറിലാണ് ഏറ്റവും കൂടുതൽ ഐഫോൺ ആരാധകർ ഇഷ്ടപ്പെടുന്ന കളർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നമ്മുടെ വീഡിയോ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ iPhone 14 Pro Max റിലീസ് ചെയ്തിട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് iPhone 6s ആണ്. എൻ്റെ അടുത്തും ഒരു iPhone 6s ഉണ്ട്. ആ ഒരു ഫോൺ ഞാൻ ഇപ്പോഴും കൊടുത്തിട്ടുമില്ല, കളഞ്ഞിട്ടില്ല. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേഴ്സണൽ അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ iPhone 6s ഉണ്ടെങ്കിൽ ഒരിക്കലും അത് കളയുകയോ കൊടുക്കാനോ നിൽക്കരുത്. അത് വൺ ഓഫ് ദ ലെജൻഡറി ഡിവൈസ് ആണ്. അത് നിങ്ങൾ കളയരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട്
നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ തൊട്ടതാത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Xavier signing from Edika.